അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അനുദിനമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് സജ്ജീകരിച്ച ഒരു വലിയ ദൈവശുശ്രൂഷയാണിത്. എല്ലാവർക്കും 5:30 മണിക്ക് എഴുന്നേറ്റിട്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോനെ ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയ സമയമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തോടും സന്തോഷത്തോടും കൂടെ വേണം ഇതിൽ പങ്കെടുക്കാൻ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ആ പ്രത്യക്ഷീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃപാസനത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസ്ഥാനത്താറയിൽ നിന്ന് അർദ്ധങ്കിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജപമാലയുടെ ആസ്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് ഈശോയെ. റിസൾട്ട് വന്നിട്ട് റീവാലുവേഷന് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവർക്കെല്ലാം വ്യക്തതയുടെ വെളിച്ചം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി രാവിലെ ധൃതിയായിട്ട് പോകുന്നവർ, കൈത്തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഈശോയെ, ജോലിക്ക് പോകുന്നവരുണ്ട് ഈശോയെ,
അധ്യാപകരുണ്ട് ഈശോയെ. കർത്താവ് തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ. പഠിച്ച തൊഴിലിന് എക്സ്പീരിയൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ഈശോയെ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക മുതലായ പല പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർ അതിനുവേണ്ടി യാത്രയാവുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. സാമ്പത്തിക പേർക്ക് ജപ്തി നടപടി വന്നിരിക്കുന്നുണ്ട് ഈശോയെ. കുറച്ച് പൈസ അടച്ചു കൊടുത്താൽ അവർ രക്ഷപ്പെടും. അങ്ങനെ അടക്കാനുള്ളൊരു മാർഗ്ഗം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വല്ലാത്ത രീതിയിൽ ആദ്യ കൊണ്ട് വ്യാധി കൊണ്ട് ഭാരം കൊണ്ട് നിൽക്കുന്ന അത്രയേറെ മക്കളുണ്ട് ഈശോ. അവരെല്ലാം നീ സ്പർശിക്കണം. അവർക്കെല്ലാം അവരെന്ത് വിഷയത്തിനാണ് വേദനിക്കുന്നത്, ഏത് വിഷയത്തിനാണ് വേദനിക്കുന്നത്, ആ വിഷയത്തിന് മേലെ ഇന്ന് ദൈവിക തീരുമാനം ഉണ്ടാകാനും കർത്താവേ, അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗത്തിൽ ദൈവം തന്നെ രക്ഷയുടെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കാനും കാനായിലെ കല്യാണ കുടുംബത്തെ കടഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ അതെല്ലാം ഭംഗിയോടെ നിർവഹിക്കാൻ കർത്താവ് ആവശ്യമായ കൃപ പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ വിവാഹങ്ങൾ നടന്നു. പക്ഷെ അവരെല്ലാം മധുവിധൻ്റെ ലഹരിയിൽ ദൈവത്തെ മറന്നു നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും കർത്താവെ പതുക്കെ കർത്താവിൻ്റെ അരികിലേക്ക് വരാനും ഈ കാലങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമായിട്ടത് മനസ്സിലാക്കുവാനും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ കൃപയും ആവശ്യിക്കപ്പെടുവാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. മക്കൾക്ക് വേണ്ടി മക്കളില്ലെങ്കിൽ മരിക്കണമെന്ന് ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. വൈകാരികമായിട്ട് തപ്പതിച്ച് പോയവരുണ്ട്, ബാലൻസ് തെറ്റിപ്പോരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളും വർഷങ്ങളുമായിട്ട് കുർബാന മുടക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പ്രാർത്ഥന സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൂരദേശത്തേക്ക് നാട് വിട്ടുപോയ മക്കളുണ്ട്, നാട് വിട്ടുപോയ അപ്പന്മാരുണ്ട് ഈശോയെ. മാനസിക രോഗം ബാധിച്ചിട്ട് കർത്താവ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ, തിരികെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മളെ ഇപ്പോഴ് എല്ലാവരും പരീക്ഷ മൂഡിലാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ വന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ ചിന്തിക്കേണ്ട വേറൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? നല്ല മാർക്ക് മേടിച്ച് പാസ്സാകണം കർത്താവേ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അങ്ങനെ ചിന്തിക്കും. സ്വാഭാവികമായിട്ട് ചിന്തിക്കണം മനുഷ്യൻ, എല്ലാവരും ചിന്തിക്കും. ഇനി കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ പ്രവേശനോത്സവത്തിന് ജൂൺ മാസത്തെ കുഞ്ഞുങ്ങളെ ചേർക്കുമല്ല, അപ്പോഴും മാതാപിതാക്കന്മാർ വിചാരിക്കണേ എന്താ, പ്രാർത്ഥിക്കുന്നത് കർത്താവ് നല്ല സ്കൂളിൽ അഡ്മിഷൻ മേടിക്കണം. മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കണം. ഇപ്പം കാറ്റ്, മാറ്റ്, അതിനൊക്കെ ഏത് കോളേജാണ് നല്ലത് അവിടെ അഡ്മിഷൻ മേടിക്കണം. അപ്പോൾ ആ ചിന്താഗതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ മനുഷ്യരും ചിന്തിക്കും നല്ല സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, നല്ല കോളേജ് അഡ്മിഷൻ വേണം. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? മനസ്സിലായില്ലേ? എന്താണ്? നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന്, നല്ല കോളേജ് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. അപ്പോഴെന്താണ്? നമ്മളും അത് അവർക്ക് ചെയ്ത് കൊടുക്കണം. എന്താണ്? ആ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം. അതാണ് വിഷയം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ സൈഡാണ് എപ്പോഴും നോക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പം കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ ജോലി ആയാലും നല്ല രാജ്യത്ത് പോകണം, നല്ല രാജ്യത്ത് പോയി ജോലി ചെയ്യണം, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നിൻ്റെ ആസ്തി എന്താ? നിൻ്റെ ആസ്തി എന്താണ്? അതാണ് വിഷയം. ദൈവം നീതിമാനായത് കാരണം പലപ്പോഴും നമ്മുടെ ആസ്തിയിൽ, ഇപ്പോൾ ഉടമ്പടിയിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടിരിക്കണത്, ഉടമ്പടി അതിൻ്റെ ഒരു ഗതിയില്ലാത്ത ആൾക്കാർ രക്ഷപ്പെടുന്നത് നോട്ട് ബൈ മെറിറ്റ് എന്നുള്ളൊരൊറ്റ ഫോർമുലയിലാണ്.
പക്ഷെ ജീവിതകാലം മുഴുവൻ നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യുമോ? കാര്യം നമ്മുടെ ദൈവത്തിൻ്റെ നീതിയുടെ സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് അതിനുള്ള യോഗ്യത ഉണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം യോഗ്യത ഉണ്ടാക്കണം എന്ന് തന്നെ അർത്ഥം. ലുക്കായുടെ സുവിശേഷം 6:31. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറും. അപ്പൊ ഇത് ഈ തിയറിയാണ്. ഇത് ഗോൾഡൻ റൂൾ എന്ന് പറയും. ഗോൾഡൻ റൂൾ ജനറലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് അർഹത ഉള്ളവരൊക്കെ കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കണമെന്ന് പറയുന്നത്. എന്നാൽ അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കേമത്വമായിട്ട് നമ്മൾ കൊട്ടിക്കൊഴിക്കുകയും ചെയ്യും, ദൈവത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യും. ഒരു കാര്യം എൻ്റെ സഹോദരൻ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഏതെങ്കിലും കാലത്ത് അത് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരു ആധ്യാത്മികമായ കടമായി മാറും. എൻ്റെ പരിധി വിഷയം പിന്നെ ഒരു വിഷയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് അത് തടസ്സമായി വരും. എപ്പോഴും അപ്പം ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിനും സീസറിന് കൊടുക്കാനുള്ള സീസറിന്. കർത്താവിൻ്റെ തീരുമാനമാണ് ഇതെല്ലാം കർത്താവിൻ്റെ ഗോൾഡൻ റൂൾസാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 22:21. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ദൈവത്തിനും കൊടുക്കുക. അപ്പം നന്ദി എന്താണ്? 10 പേരല്ലേ സുഖപ്പെട്ടത്? 9 പേര് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ആ 9 പേരും ദൈവത്തിനുള്ളതാണ്. എന്താണ്? ദൈവം കൊടുത്തതാണ്. അവൻ്റെ അർഹതയ്ക്ക് അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തോട് എന്താണ്? നന്ദി പറയണം. അപ്പോൾ ദൈവത്തോട് നന്ദി പറയാനാത്ത എന്താണ് ആൾക്കാർ? തങ്ങളുടെ കേമത്വം കൊണ്ടാണ് അത് നേടിയെന്നുള്ള അവബോധ മനസ്സിൻ്റെ അഹംഭാവങ്ങളാണ് വരുന്നത്. അതുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് കൊടുക്കണം. ഓരോ കാര്യം എടുക്കുമ്പോൾ പകുതി മുക്കാൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ പകുതി മുക്കാലും ദൈവത്തിൻ്റെതാണ്. എന്താ കാര്യത്തിൽ എനിക്ക് എൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നല്ലോണം അറിയാം. പിന്നെ ഞാൻ കുറേ അധ്വാനിക്കും. പക്ഷെ അധ്വാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ ഫലമണിക്കണ കഴിഞ്ഞ ടോക്കിൽ നമ്മൾ കണ്ടില്ലേ, അത് ദൈവമാണ്. അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം ശുഭമാക്കണത് ആരാണ്? നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ശുഭമാക്കണത് ആരാണ്? ദൈവമാണ്. അപ്പം ആ ഒരു ബോധത്തിൽ എല്ലാ സമയത്തും ദൈവത്തിനെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിൻ്റെ സ്പേസ് നോക്കിയിട്ട് അവിടെ കയറി നമ്മൾ കരുക്കൾ വെക്കരുത്. മനസ്സിലായില്ല? അത് ദൈവത്തിൻ്റെ സ്പേസാണ്. നന്ദിയോടെ വിനയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്കും ദൈവത്തിനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നല്ല സാക്ഷിയായി ദൈവ പൈതലായി ജീവിക്കുക. എൻ്റെ പേര് റിൻഡ. ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. ഞാൻ 5 വർഷമായി സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അന്നേയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് നവംബർ 2022 OET അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. 3 പ്രാവശ്യം ഞാൻ OET എഴുതി, എനിക്ക് കിട്ടിയില്ല. റീഡിങ് മാത്രം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എപ്പോഴോ കൊടുത്ത ഒരു CV-ക്ക് റിപ്ലൈ ആയിട്ട് ഒരു ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാനഡയ്ക്ക് പോകാൻ ഒരു ഓപ്ഷനുണ്ട്, ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല കാനഡയ്ക്കൊന്നും, ഞാൻ OET ആണ് ട്രൈ ചെയ്യുന്നത്. കാനഡയ്ക്ക് പോകണമെങ്കിൽ IELTS എക്സാമും NCLEX-RN, അതായത് കനേഡിയൻ ലൈസൻസിങ് എക്സാമായ NCLEX-RN പാസ്സാവണമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇല്ല നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. 5-6 പ്രാവശ്യം OET എഴുതിയിട്ടും കിട്ടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS എക്സാം പാസ്സായ എന്നെപ്പോലെയുള്ള ഒരു സ്റ്റാഫിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം സൗദിയിൽ നിന്ന് നാട്ടിൽ വന്ന് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 18, 2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു കാനഡയിൽ നല്ലൊരു ജോലി ലഭിക്കുവാനും IELTSഉം NCLEX എക്സാം പാസ്സാവുക എന്നുള്ളതും. അങ്ങനെ ഞാൻ 2ാമത്തെ പ്രാവശ്യം സൗദിയിൽ പോയപ്പോൾ അവിടുന്ന് IELTS എക്സാം എഴുതി. ഉടമ്പടി കാശ് രൂപ ഉപയോഗിച്ചും മാതാവിനെ വിളിച്ചും ഓരോ മൊഡ്യൂളും കാശ് രൂപം യൂസ് ചെയ്ത് എൻ്റെ മൊഡ്യൂൾ പേപ്പറിൽ കുരിശ് വരച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഉടമ്പടി തൈലം നാക്കിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ ഉപ്പിട്ട് ആ സെൻറ്ററിൽ ഇനി എനിക്ക് ഇവിടെ വരാൻ ഒരവസരം ലഭിക്കല്ലേ, എനിക്ക് ഈ IELTS എക്സാം പാസ്സാക്കി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ അതിനു മുമ്പ് IELTS ക്ലാസ്സിൽ ഒരു ദിവസം പോയി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളാണ്. അങ്ങനെയുള്ള എനിക്ക്
ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS എക്സാം റിക്വയർഡ് സ്കോറിലേക്കാട്ടിലും കൂടുതൽ സ്കോറോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അമ്മ മാതാവിന് നന്ദി. അതിനുശേഷം എനിക്ക് കാനഡയ്ക്കുള്ള ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിൽ നിന്ന് ദുബായിലോട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു കാനഡയുടെ. അങ്ങനെ അവരുടെ ലാംഗ്വേജൊക്കെ നമ്മളുടെ പോലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷൊന്നും അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ കഴിയും, അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലം നാക്കിൽ കുരിശു വരച്ച് മാതാവേ എനിക്ക് സംസാരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. എനിക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റി. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു, നീ സെലക്ട് ആയിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അമ്മ മാതാവിന് നന്ദി. അതിനുശേഷം ഞാനിവിടെ നാട്ടിൽ വന്നു. എനിക്ക് NCLEX എക്സാം എഴുതാനുണ്ടായിരുന്നു. അതും കൂടെ പാസ്സായാലാണ് നമുക്ക് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക കാനഡയിൽ. അങ്ങനെ ഇവിടെ വന്നു, ബാംഗ്ലൂർ പോയി ഞാൻ NCLEX എക്സാം അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ എൻ്റെ ഇടത് കണ്ണിൻ്റെ സൈഡിൽ കൂടി ഈ നീലത്തിരി കത്തുകയും അതിലിങ്ങനെ മാതാവ് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം തന്നെ എൻ്റെ മനസ്സിന് മാതാവ് കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് തന്നെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. അന്നും ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ച് ഓരോ ക്വസ്റ്റിനും ആൻസറും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 150 ക്വസ്റ്റ്യനാണ് നമുക്ക് NCLEX എക്സാമിന് ഉണ്ടാവുക. അതിൽ 85ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേനും എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഈ എക്സാമിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാം പാസ്സായാലും സിസ്റ്റം ഷട്ട് ഡൗൺ ആവും നേരത്തെ. അതല്ല, നമ്മൾക്കിപ്പോൾ കിട്ടില്ല, ഈ കൊച്ച് ഇത്ര എഴുതിയിട്ടും എന്താണേലും ജയിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയാലും ആ എക്സാം ഷട്ട് ഡൗൺ ആയിപ്പോവും സിസ്റ്റം. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഓക്കെ, എന്താണേലും മാതാവിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത്, കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ തിരിച്ചു നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അന്ന് തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് തലേദിവസം വൈകുന്നേരം ഇങ്ങനെ ബസ്സിൽ കയറി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ NCLEX എക്സാം പാസ്സായി എന്ന് പറഞ്ഞിട്ട് അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിക്ക് പോയി. എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് അതിന്. അപ്പോൾ വിസ വരെ എൻ്റെ വേഗം സ്പീഡിൽ എല്ലാ കാര്യങ്ങളും നടന്നു. വിസ വന്നു 3 മാസം കഴിഞ്ഞിട്ടും എനിക്ക് കാനഡയിൽ നിന്ന് ഒരു റിപ്ലൈയും വരുന്നില്ല. എനിക്കൊരു ഡേറ്റ് കിട്ടുന്നില്ല. എൻ്റെ പ്രൊവിൻസല്ല, വേറെ പ്രൊവിൻസിലോട്ടുള്ളവർക്കൊക്കെ എന്നെക്കാട്ടിലും താമസിച്ച് വിസ വന്നവർക്കൊക്കെ ജോലി കിട്ടി, അവർ പോകാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാൻ സൗദിയിൽ നിന്ന് വെക്കേഷന് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. വിസ മാത്രമേ ഉള്ളൂ, ടിക്കറ്റ് കിട്ടുന്നില്ല, അവരുടെ ഒരു റിപ്ലൈ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നു. അത് വെച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു, അവർ ഇത്രയും ദിവസം ലീവായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് റിപ്ലൈ തരാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമായി. മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ച് സൗദിയിലോട്ട് പോയി. സൗദിയിൽ പോയി അടുത്തത് എനിക്ക് ആ സൗദി ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്ക് ഡേറ്റ് തന്നു. ഫെബ്രുവരി 14 മുതൽ 19 ഈ ഒരു ദിവസം എന്നോട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി 3 മാസമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയേക്കുമായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഹെഡ് നേഴ്സും എൻ്റെ നേഴ്സിംഗ് ഡയറക്ടറൊക്കെ എനിക്ക് എൻ്റെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ മാത്രം എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. അവിടുന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യില്ല, നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും. ഞാൻ സൗദിയിൽ പെട്ട ഒരവസ്ഥയായിരുന്നു. കാരണം അവിടുന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാതെ എൻ്റെ എക്സിറ്റ് പ്രോസസ്സ് മുമ്പോട്ട് പോകില്ല, എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു വർഷമായിട്ട് എഴുതിയ എക്സാം, പൈസ, അങ്ങനെയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് എന്താ ചെയ്യുക, കോൺട്രാക്റ്റ് എങ്ങനെ ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് നോക്കി. അങ്ങനെ എംബസിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഓൾറെഡി ഇപ്പോൾ പുതുക്കിയതല്ലേ ഉള്ളൂ, അപ്പോൾ അവിടുത്തെ ID കാർഡ് 1 വർഷത്തിന് പുതുക്കിയത് കൊണ്ട് 2.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പോന്നാലേ എനിക്ക് കാനഡയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓക്കെ, എല്ലാം ഇപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ റൂമിൽ വന്ന്
ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു പ്രാർത്ഥിച്ചു. ഒരു ഡേറ്റ് ഇട്ട് ഇത്രാം തീയതിക്കുള്ളിൽ അയാൾ എൻ്റെ റിജക്റ്റ് ചെയ്ത എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്കത് കഴിഞ്ഞ് ഒരു ഡേറ്റ് കിട്ടാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ റിജക്റ്റ് ചെയ്ത എൻ്റെ റെസിഗ്നേഷൻ അയാൾ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും എന്നോട് ചോദിച്ചു, അതെങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടും അത്രയും CNO ആയിട്ടിരിക്കുന്ന ആളൊക്കെ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹമാണ്, അതുകൊണ്ട് മാത്രം അയാൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ പ്രോസസ്സിങ്, അവിടുത്തെ എക്സിറ്റ് പ്രോസസ്സിങ് കഴിയണം. അപ്പോഴത്തേനും എൻ്റെ കാനഡയുടെ ഡേറ്റൊക്കെ ഫിനിഷ് ആയായിരുന്നു. കാരണം അവിടെ ചെല്ലേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ആ സമയം. ആകെ ഒരു തുണയായിട്ടുള്ളത് മാതാവും ജപമാലയും മാത്രമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് എമർജൻസി എക്സിറ്റ് വെച്ചതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, നിനക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, നീ സ്വന്തമായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇതെല്ലാം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ടിക്കറ്റും അവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം കൂടി ചേർത്തായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു അച്ഛൻ്റെ. ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് അച്ഛനിങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട്, അപ്പോൾ അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സെയിം ഡേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടി. അതുപോലെ തന്നെ ടിക്കറ്റ് എനിക്ക് 3 പ്രാവശ്യം അവിടുന്ന് റിജക്റ്റായി. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരൊക്കെ പറഞ്ഞു ഇനി ടിക്കറ്റ് കിട്ടില്ല, നിന്നെ കിട്ടില്ലേ, അവർ തന്നില്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോകണം. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യവും എനിക്ക് റിജക്റ്റഡ് മെസ്സേജ് വന്നു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം അതിൻ്റെ റീസൺ എന്താണെന്ന് തുറന്നു നോക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു. ഞാൻ പറഞ്ഞു, എടി പിന്നെ റിജക്റ്റായി, എന്താണെന്നറിയില്ല, തുറക്കാനും പറ്റുന്നില്ല, എന്താ റീസൺ എന്ന് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ അടുത്തുനിന്ന് എൻ്റെ റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ റിജക്റ്റഡ് റീസൺ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഓപ്പണായി. പക്ഷേ നോർമൽ മെസ്സേജിൽ റിജക്റ്റഡ് വന്ന സാധനം അത് റീസൺ എന്താണെന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ടിക്കറ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വന്നു. മാതാവിന് ഒരുപാട് നന്ദി. അത് ടിക്കറ്റ് എനിക്ക് കിട്ടിയത് ബിസിനസ് ക്ലാസ്സിലായിരുന്നു. അത് നോർമൽ പോലെയല്ല, കിട്ടില്ല എന്ന് പറഞ്ഞ ടിക്കറ്റ് എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു. അതുപോലെ 2.5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് ഒരു പൈസ പോലും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ 10 ദിവസമാണ് ഞാൻ മാർച്ചിൽ അവിടെ വർക്ക് ചെയ്തത്. അങ്ങനെയുള്ള എനിക്ക് അങ്ങോട്ട് 2.5 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാസത്തെ സാലറി എനിക്ക് മുഴുവനായി കിട്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ 2 പ്രാവശ്യം എനിക്ക് കാനഡയ്ക്ക് അവിടുന്ന് തന്നെ ഡേറ്റ് വന്നായിരുന്നു. പക്ഷേ ആ ഡേറ്റ് രണ്ടും അവിടെ ഡിലേ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഇവിടുന്ന് നാട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്കൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഉടമ്പടി കാശുരൂപം പിടിച്ചും ജപമാല ചൊല്ലിയും രാവിലെയും വൈകുന്നേരവും ഒക്കെ ജപമാല ചൊല്ലുമായിരുന്നു. അന്നേരപ്പോഴാണ് എനിക്ക് ഈ ജപമാലയ്ക്കൊക്കെ ഇത്ര ശക്തി ഉണ്ടെന്നും ഓരോ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഇതിനൊക്കെ ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് ആ സമയത്താണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. അതുവരെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഇവിടെ വന്നു, നാട്ടിൽ വന്ന് എനിക്ക് മെയ് 9 മുതൽ 12-ാം തീയതി വരെ ഡേറ്റ് വന്നു. ഇതിലേതെങ്കിലും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര പ്രതിസന്ധിയിലിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ആ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ബൈബിളെടുത്ത് ഈശോയോട് പറഞ്ഞു, എനിക്കൊരു വചനം തരണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ വചനമായിരുന്നു എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 28-ാം വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും കാലവിളംബം സംഭവിക്കുകയില്ല, അവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിനൊരു ശക്തി ഉണ്ടായിരുന്നു. ഇത് ഇച്ചിരി പ്രതിസന്ധി വന്നാലും കുഴപ്പമില്ലാതെ എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും ദൈവത്തെ. അവിടെയുള്ള എല്ലാവരും പറയും നിനക്ക് എപ്പോഴും ഓരോ പ്രശ്നമാണല്ലോ എന്ന്. പക്ഷെ അതൊക്കെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവർക്കായിരിക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിന് ശേഷം നല്ലൊരു അനുഗ്രഹമായിരിക്കും മാതാവ് നമുക്ക് തരുന്നത്. അങ്ങനെ ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു.
അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എംബസിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ സൗദിയിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴാണ് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ വചനം, സൈന്യബലത്താലോ കരബലത്താലോ അല്ല, സ്വന്തം ആത്മാവിനാലാണ് ഈശോ നമ്മെ നയിച്ചത്, രക്ഷിച്ചത് എന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ കൂട്ടുവിളിച്ച് ഞാൻ അയാളെ പോയി പിന്നെയും കണ്ടിട്ടാണ് എൻ്റെ റെസിഗ്നേഷൻ പുള്ളി അക്സെപ്റ്റ് ചെയ്തത്. മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് വന്നു. അടുത്ത മാസം 9-ാം തീയതി ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. അതും ഗവൺമെൻറ് ജോലി, നല്ല സാലറിയോടെ. എൻ്റെ കൂടെ ആ സെയിം പ്രൊവിൻസിലോട്ടുള്ളവർക്ക് അത് എന്നേക്കാൾ മുമ്പേ വിസ വന്ന പിള്ളേർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല, ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിലൂടെ എത്രയും വേഗം ഒരു കുഴപ്പവുമില്ലാണ്ട് ഇവിടം വരെ എത്തിച്ച മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകും. അതുപോലെ അനാഥ മന്ദിരമുണ്ട്, അവരുടെ അടുത്ത് പോകും. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കും. ഒരു എമൗണ്ട് എന്തെങ്കിലും ഭക്ഷണമായിട്ടോ എമൗണ്ടായിട്ടോ കൊടുക്കും. രോഗികൾക്ക് അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ ഒരു എമൗണ്ട് കൊടുക്കും എല്ലാ മാസവും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസനം പത്രം പൊതുസ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ഞാൻ നന്നായി മനസ്സിലാക്കി വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിന് മുമ്പേയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ അതൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇത്രയും തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഭാഷകൻ്റെ പുസ്തകം 33:16 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. ഇവിടെ റിൻഡ ആൻ്റണി തനിക്ക് എങ്ങനെയാണ് സൗദിയിൽ ജോലി ചെയ്തിരുന്ന തനിക്ക് കാനഡയിലേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്, ആ വഴികളൊക്കെ എങ്ങനെയാണ് കൂടുതൽ തെളിമയുള്ളതായത് ഉടമ്പടിയിലൂടെ. അതാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത്. തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലി അത് ഗവൺമെൻറ് ജോലിയാണെന്നും തനിക്കധികം പൈസ ചിലവൊന്നുമില്ലാതെ താൻ ഈ നവംബർ മാസത്തിൽ അടുത്ത മാസം 9-ന് താൻ കാനഡയ്ക്ക് പോവുകയാണ്. അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞു വയ്ക്കുക. അതിന് താൻ കടന്നു പോകുന്ന കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തെ പൂർണ്ണമായും താൻ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്ന ഒരു ഉടമ്പടി ജീവിതം. ആ ജീവിതത്തിൽ ആദ്യം ഓൺലൈൻ ഉടമ്പടി, പിന്നീട് ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി. OET 3 പ്രാവശ്യം എഴുതി. ഇനി തനിക്ക് OET പാസ്സാകാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് IELTS എഴുതിയാൽ കാനഡയ്ക്ക് പോകാമെന്നൊക്കെ പറയുക. അതും താൻ എപ്പോഴോ കൊടുത്തിട്ട ഒരു CV-യിൽ ഏജൻസി വിളിച്ച് പറയുന്നു. ഇവിടെയാണ് നാം കേട്ട തിരുവചനം പോലെ ഒടുവിലായിട്ട് നാം പലതിലും ഒടുവിലാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി മുൻപേ നടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അത് നമ്മെ എങ്ങനെയാണ് ഏറ്റവും മുൻപന്തിയിലെത്തിക്കുക. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ താൻ എടുത്തു വെച്ച ഓരോ കാൽവയ്പ്പുകളിലും ദൈവത്തെ പൂർണ്ണമായി കൂട്ടുപിടിച്ചു. അമ്മയെയും കൊണ്ട് താൻ നടന്നുപോയ യാത്രകൾ, കൊന്തയും പരിശുദ്ധ അമ്മയും മാത്രമാണ് എനിക്ക് കൂട്ടുണ്ടായിരുന്നത്. ഈ യാത്രയിൽ ആ കൂട്ടോടുകൂടി ഈ മകൾ പോകുമ്പോൾ തനിക്ക് ഓരോ മോഡ്യൂൾസൊക്കെ എങ്ങനെയാണ് IELTS ക്ലിയർ ആക്കാൻ കഴിഞ്ഞത്, അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. OET പാസ്സാകാത്ത തനിക്ക് IELTS അതൊരു വലിയ ഭാരമായിരുന്നു. അത് തനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒത്തിരിയേറെ ആശങ്കപ്പെട്ടിരുന്ന മകൾക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനും പിന്നീട് അങ്ങോട്ട് ഓരോന്നും നാം കേട്ടു. കാനഡയുടെ രജിസ്ട്രേഷനുള്ള എക്സാം, അതുപോലെ ആ എക്സാമിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്. വീണ്ടും തൻ്റെ റെസിഗ്നേഷൻ അത് സൗദി ഗവൺമെൻറ് അംഗീകരിക്കണമെങ്കിൽ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം അത് അംഗീകരിക്കാനായിട്ട് താൻ ഒരിക്കലും
അങ്ങനെ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തനിക്ക് ആ അംഗീകാരം കിട്ടുന്നില്ല. അവർ റെസിഗ്നേഷൻ സ്വീകരിക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങോട്ട് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണമെന്നാണ്. എന്നാൽ ഒരു പൈസ പോലും കൊടുക്കാതെ അതൊക്കെ പിന്നീട് എങ്ങനെ തനിക്ക് പൂർണ്ണമായിട്ടും തൻ്റെ ഭാഗത്ത് കർത്താവുള്ളത് കൊണ്ട് തനിക്കത് എങ്ങനെയാണ് അനുകൂലമായി തീർന്നത്, അതെല്ലാം ഇന്ന് തനിക്ക് ദൈവം തന്നോടൊത്ത് യാത്ര നടന്ന ഓരോ അനുഭവങ്ങളായിട്ടും ഇന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ യാത്ര ശുഭകരമാക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ, ആ ദൂതൻ കൂടെയുള്ളപ്പോൾ എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കും. ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെയൊക്കെ ഒരിക്കലും തനിക്ക് ലഭിക്കില്ല, പൈസ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ തൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ മകള് വീണ്ടും ഈശോയുമായിട്ട് ഒന്നിക്കുകയാണ്. ആ പേഴ്സണൽ ലൈഫിൽ ഈശോയുമായിട്ട് ഒന്നിച്ച് അവിടെ ഇരുന്ന് ഈ മകള് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും അമ്മയുടെ മുൻപിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആപത്ത് സമയത്ത് വരുന്ന ഒരു ഫയർ എൻജിൻ പോലെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. അപ്പോൾ അത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഈ മകള് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു, ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു. അങ്ങനെ തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയതൊക്കെ തൻ്റെ ജീവിതത്തിൽ ദൈവം കൃപയാക്കി മാറ്റുന്നു. തനിക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു റൊട്ടീനായിരുന്നു. അതായത് പ്രാർത്ഥിക്കും, അങ്ങനെ പോയിരുന്ന താൻ ഇന്ന് കൂടുതൽ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാൻ പഠിച്ചു എന്നാണ് ഈ മകൾ ഇവിടെ പറയുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ വഴി നടത്തിയ കർത്താവിന് ഈ മകൾ നന്ദി പറയുമ്പോൾ തൻ്റെ ജീവിതത്തെ ഇന്ന് ഉടമ്പടിയിലൂടെ ഈശോയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, ഈശോയാകുന്ന അച്ചുതണ്ടിൽ കറങ്ങുവാനായിട്ട് തനിക്ക് എങ്ങനെയാണ് ഉടമ്പടി തന്നെ രൂപപ്പെടുത്തിയത്, ഇത് തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ്. അങ്ങനെ ഏറ്റവും നല്ല സാലറിയിലൊക്കെ ഒട്ടും പൈസ ചിലവില്ലാതെ തൻ്റെക്കാൾ മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർ അല്ലെങ്കിൽ വിസ പ്രോസസ്സിംഗ് ഒക്കെ നടന്നവർ അവരുടെയൊന്നും കാര്യങ്ങൾ ക്ലിയർ ആകാത്തപ്പോഴും തനിക്ക് വേണ്ടിയിട്ട് കരുതലുള്ള ദൈവം എങ്ങനെ തൻ്റെ ദൂതനെ അയച്ച് വഴികൾ ക്ലിയറാക്കി. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരലഘുത്വം എന്നൊക്കെ പറയുക. ജീവിതം ഒത്തിരിയേറെ പരീക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ദൈവത്തോടൊത്തുള്ള ഈ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ തനിക്ക് ഭാരമായിട്ട് തനിക്ക് തോന്നിയതൊക്കെ ഭാരലഘുത്വമായി. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഉറക്കെ ഈ മകൾ പറയുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോ